ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ബ്രൈറ്റിനെ കുറിച്ച് ഇപ്പോൾ ഈ അടുത്ത് നിഷ ആട്ടായം, അഭിലാഷ് ആട്ടായം, പിന്നെ നമ്മുടെ അലഞ്ചോസ് പെരേര, പുറകിലിരിക്കുന്ന ആളെ എനിക്ക് അത്ര പരിചയമില്ല. ഒരു വീഡിയോ ഉണ്ട്, അതിനെന്താ മാഹിൻ മൂവാറ്റുപുഴയോ തോന്നുന്നു അല്ലേ? അതെ, മാഹിൻ മൂവാറ്റുപുഴ. അപ്പോൾ ഈ പറഞ്ഞ 4 പേരിൽ ഒരു വീഡിയോ ചെയ്യണേ കണ്ടായിരുന്നു. ഇവർ ഈ പറഞ്ഞ കാര്യത്തിൽ ആറാട്ടണ്ണൻ ഈ പൈസ കൊടുക്കുന്ന സമയത്ത് ഞാനും കൂടി ആ സ്പോട്ടിലുണ്ട്. കാരണം അന്ന് ഈ ട്രാൻസ്ജെൻഡറിന് അവകാശപ്പെട്ട് വന്ന് ഞങ്ങൾക്കെതിരെ വന്ന ആൾക്കെതിരെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വീഡിയോ ഇട്ട ഒരു ടൈമിൽ അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് മീഡിയക്കാർക്ക് കൂടി ഭക്ഷണം മേടിച്ച് കൊടുത്ത് പിരിയാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഈ 2000 രൂപ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ആർക്കും കൊടുക്കാനൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അണ്ണനെ വെട്ടുവെച്ചിട്ട്, ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞാൽ വെട്ടുവെച്ചിട്ട് കാശ് മേടിക്കാൻ ശ്രമിച്ചാണ് ഇവർ. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ പറഞ്ഞ എല്ലാ വ്യക്തികളുടെയും ഡീറ്റെയിൽസ് എനിക്കറിയാം. ആരും വലിയ പുണ്യവാര് കാണിക്കരുത്. ആ ഇരുന്നതിൽ ഒരാളൊഴിച്ച് ബാക്കി 3 പേരുടെ എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. അതൊക്കെ എന്നോട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പെരേരയോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഒന്നാമത് നീ റീച്ച് ആവാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങ് ചാടുന്ന പോലെ ചാടാൻ നിൽക്കരുത്. ഒരു പ്രൊഫഷണൽ മൈൻഡ് വേണം. ഞാൻ ഇന്നും കൂടി നിന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് നമുക്കൊരു വർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണമെന്നുള്ളത്. ഇതൊക്കെ ഞാൻ മര്യാദയ്ക്ക് നിൻ്റെ അടുത്ത് പറയണം. നീ എൻ്റെ അടുത്ത് വേറൊരു വേഷം കെട്ട് കാണിച്ചു, ഞാൻ നിന്നെ വെച്ചൊരു ക്രിസ്മസ് ആൽബം ചെയ്തു. അത് നീ നിഷയ്ക്ക് വേണ്ടി വേറൊരു രീതിയിലേക്ക് നീ കാണിച്ചു. വേറൊരു ചെറ്റത്തര നീ കാണിച്ചത്. പെരേരയോടെ ഞാൻ പറയണത് കേട്ടോ. പിന്നെ ഇന്ന് നീ ഒരു കാര്യം പറഞ്ഞു, അഭിലാഷ് ആട്ടായം പറഞ്ഞു എൻ്റെ വർക്കുകളിൽ അഭിനയിക്കരുത്. ഈ പറഞ്ഞ അഭിലാഷ് ആട്ടായത്തിന് എൻ്റെ വർക്കിൽ അഭിനയിക്കുന്നത് എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായില്ല. നീ വിളിച്ചു വന്നിട്ടാണ് അന്ന് ഞാൻ ഒരു മനുഷ്യത്തിൻ്റെ പുറത്തൊരു ചാൻസ് കൊടുത്തത്. പിന്നെ ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ സബ്ജക്റ്റ്, ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഈ പാട്ട് ഞാൻ ആറാട്ടണ്ണനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആറാട്ടൻ്റെ റീച്ച് എന്താണെന്നുള്ളത് അത് നിങ്ങൾക്ക് വരുമ്പോൾ കാണാം. പിന്നെ ബ്രൈറ്റിനെ കുറ്റം പറഞ്ഞിട്ടുള്ള കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡ്സുകൾ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇത് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നാറ്റക്കേസാക്കും. ആദ്യം നിങ്ങൾ പ്രൊഫഷണലി രക്ഷപ്പെടാൻ നോക്ക്. അല്ലാതെ ഇരുന്നുകൊണ്ട് ഈ എന്താ പറയുക, കൊച്ചു പിള്ളേർ പോലും പറയില്ല. ഇത് പണ്ട് ഈ ചായക്കടയിൽ ഒത്തുവരുന്ന പിഴപ്പ് പറയാമെന്ന് പറയും. ആ സംഭവമാണ് നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളായിരിക്കണം 3 പേരും ഒരു കഴിവില്ലാത്തവർ തന്നെയാണ്. ആട്ടായം കുറച്ച് പാട്ട് പാടും, ചിലപ്പോൾ ഡാൻസ് കളിക്കും, ചിലപ്പോൾ മിമിക്രി ചെയ്യും. പെരേരെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ വലിയ കഴിവൊന്നുമില്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. നീ എങ്ങനെ റീച്ച് ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കൂടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കരുത്. നിന്നെ ആദ്യം കൊണ്ടുവന്നത് ആരാ അത് നീ മനസ്സിലാക്കുക. പിന്നെ നിഷയോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിഷ ഇനിയും താഴത്തേക്ക് പോവുകയുള്ളൂ. പിന്നെ ചെളി വാരി എറിഞ്ഞ് പരസ്പരം ഞങ്ങളെ ദ്രോഹിക്കാനുള്ള പരിപാടിക്ക് ഞങ്ങൾ ഇതിനപ്പുറത്തെ വേറെ സാധനം വാരി എറിയും. നിങ്ങളുടെ എല്ലാ സത്യാവസ്ഥകളും ഞങ്ങൾക്കറിയാം. കുറേ റെക്കോർഡ്സുകൾ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടാണ് എല്ലാ പരിപാടിക്കും പോയിട്ടിരിക്കുന്നത്. ഈ റീച്ചിന് വേണ്ടി ഇരുന്ന് ഉണ്ടാക്കണ പരിപാടി നിങ്ങൾ വല്ല വർക്കും ചെയ്ത് ഉണ്ടാക്കുക. അല്ലാതെ ഒരാളെ മറ്റേ തൊഴുത്തി കുത്തി എടുത്തിട്ടല്ല ഉണ്ടാക്കേണ്ടത്. ഞങ്ങൾ സത്യം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ നാരായണക്കല്ല് ഉറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് പറയാണ്, പെരേരെ ഇനി നിന്നെ വെച്ചിട്ട് ഞാൻ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. നിനക്ക് നന്ദി എന്ന് പറഞ്ഞ സാധനം നിനക്കില്ല, അല്ലെങ്കിൽ നീ ബ്രെയിനിനെ കുറിച്ച് ഇങ്ങനെ പറയില്ല. ഓക്കെ, സത്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാനായിട്ട് നീ പരിപാടിക്ക് വീഡിയോ ഇറക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മാറും. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ.